ദിനവേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ഫിലദൽഫിയ ആസ്ഥാനമാക്കി ഉണ്ണിച്ചാനൻ തങ്കമ്മാമയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ദൈവമക്കൾ പ്രേയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ് എന്നുള്ളതായുള്ള ഒരു പ്രേയർ ദീർഘനാളുകളായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കും ഈ കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നിങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ. തുടർന്നും ഹല്ലേലൂയ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞാൻ 2 മെസ്സേജ് പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജിൻ്റെ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടവർക്കറിയാം. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് എഴുതിയിട്ട് അതൊരു ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പാർട്ട് 1 എന്നും പറഞ്ഞ്. കാരണം ഹല്ലേലൂയ ദൈവവചനം എൻ്റെ ജീവിതത്തിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാല പോലെ ഇങ്ങനെ വരിക, നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ ഇത് പാർട്ടായിട്ട് മാത്രം ഹല്ലേലൂയ നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഹല്ലേലൂയ ദിവസം ഹല്ലേലൂയ നമ്മൾ കേട്ടതായുള്ള ദൈവവചനം എലീശ പ്രവാചകനോട് ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ എടുക്കപ്പെടുന്നതിന് മുൻപ് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് തരണം. അത് അവന് ലഭിച്ചു. അവിടെ നിന്ന് ഇരട്ടിപ്പങ്ക് ലഭിച്ച് മുന്നോട്ട് പോയ എലീശ പ്രവാചകൻ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോന്നു, എൻ്റെ കടം വീട്ടി തരണം. ആ 2 ഭാഗത്തുമുള്ള ചില ആത്മീക സത്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്തു. ഇന്നും തുടർന്ന് ഹല്ലേലൂയ ആ എലീശ പ്രവാചകൻ മുന്നോട്ട് പോവുകയാണ്. 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഹല്ലേലൂയ ഇന്ന് പ്രാരംഭമായി വായിക്കുന്നു. നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ യേശുവല്ലോ. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്ത വചനത്തിനു മാറ്റമില്ല. ഈ വാഗ്ദത്ത വചനത്തിനു മാറ്റമില്ല. കൽവറിയിൽ കൂടി അത്യന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ രാജാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമായിരിക്കുമ്പോൾ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് സ്വർഗത്തിലോട്ട് നോക്കി പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനമാകുന്ന മന്ന അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് വിളമ്പി തരണമേ. ശേഷിച്ച കഷണങ്ങളുമായി ഞങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഹല്ലേലൂയ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ അടിയനെ സമർപ്പിക്കുന്നു. ഒന്നുമില്ല ഏതുമില്ല എന്ന് സമ്മതിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചാട്ട് സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം ഞാൻ ഹല്ലേലൂയ പ്രാരംഭമായി പാടിയല്ലോ. ദൈവം തന്ന ഹല്ലേലൂയ ഒരു വരികളാണ് അത്. ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. അത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവർ പലരും മാറും. മറക്കാത്ത മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്ന മാധുര്യവാൻ നമ്മുടെ ജീവിത യാത്രയിലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ഹല്ലേലൂയ പ്രസംഗിക്കുമ്പോൾ
പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ കൂട്ടായ്മയിൽ ഹല്ലേലൂയ പറയാറുള്ളൊരു കാര്യം, തുടർന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഒരു റബ്ബറിൻ തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ ഹല്ലേലൂയ മഴ പെയ്തതിന് ശേഷം റബ്ബർ വെട്ടുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച, ചില ഹല്ലേലൂയ അതിൻ്റെ ചിരട്ടകൾ നല്ലതായിട്ടിരിക്കും, ചിലതാണെങ്കിൽ കമന്നിരിക്കും, ചിലത് ചരിഞ്ഞിരിക്കും, ചിലത് താഴെ വീണിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവവചനമാകുന്ന ഈ മഴ ഇന്നിവിടെ ഹല്ലേലൂയ അത് പെയ്തിറങ്ങാൻ പോവുകയാണ്. പെയ്തിറങ്ങുമ്പോൾ നമ്മളാകുന്ന നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഈ ചിരട്ടയാകുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നത്? ഹല്ലേലൂയ യഹോവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദയവാഞ്ചിയോടുകൂടി ഒരൊഴിഞ്ഞ പാത്രമായി ആണ് ഇരിക്കുന്നത്. അല്ല, എത്ര കേട്ടാലും ഹല്ലേലൂയ അതൊരു കമന്നിരുന്ന് കേട്ടിട്ട് തെറിച്ചു പോകുന്നതായുള്ള റിപ്പൽ ചെയ്യുന്ന ഒരു അനുഭവമാണോ? അതോ അല്ലെങ്കിൽ കുറച്ച് കേൾക്കും ഹല്ലേലൂയ, കുറച്ച് മാത്രം ഇരിക്കും. അല്ല, വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കാലുകൊണ്ട് തട്ടി താഴെ വീഴുന്ന അനുഭവമാണോ? ഏതനുഭവമായിരുന്നാലും നമ്മുടെ ദൈവവചനത്തിനും മാറ്റമില്ല. ഈ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവാഴ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, സന്ധിമജ്ജകളെ തുളച്ചു കയറുന്നതാണ്. അവിടെ ഈ വചനത്തിന്റെ മുന്നിൽ ഭയഭക്തിയോട് വിറയലോടുകൂടി ഹല്ലേലൂയ ഏലി പുരോഹിതൻ ശമൂവേൽ ബാലനോട് പറഞ്ഞതുപോലെ യഹോവേ അടിയനോട് സംസാരിക്കണമേ എന്ന് നീ പറയാൽ അത് ഹല്ലേലൂയ സംസാരിക്കും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഇന്ന് ഹല്ലേലൂയ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ള മൂന്നാമത്തെ ചിന്ത എന്താണ്? ഹല്ലേലൂയ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഈ പ്രവാചകൻ എലീശ പ്രവാചകൻ ഹല്ലേലൂയ ശൂനേം കാർത്തിയുടെ ഹല്ലേലൂയ ഭവനത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പലവട്ടവും നടന്നു പോകുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ ഈ സ്ത്രീയെ ഭർത്താവിനോട് പറയുകയാണ്, കൂടെ നമ്മുടെ ഈ യാത്രയിൽ പോകുന്ന ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ട് ആ മനുഷ്യനൊരു ഹല്ലേലൂയ ഒരു വിശുദ്ധനാണെന്ന് തോന്നും. അതുകൊണ്ട് ഹല്ലേലൂയ ഭാര്യ തന്നെയല്ല തീരുമാനമെടുക്കുന്ന ഭർത്താവിനോട് എന്ന് പറഞ്ഞു, അല്ലയോ അച്ചായ, ഹല്ലേലൂയ നമ്മുടെ അതിലേക്ക് പോകുന്ന ആ ഉപദേശി ഉണ്ടല്ലോ, അയാളെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കാം. അവർ ഭക്ഷണം ഒരുക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ അവളൊരു വീടുണ്ടാക്കിയിട്ട് ആ തട്ടുള്ള വീടിൽ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഹല്ലേലൂയ അങ്ങനെ ചെയ്ത് പലവട്ടവും അവിടെ ചെല്ലുമ്പോൾ തന്റെ ദാസനാകുന്ന ഗേഹസിയുമായിട്ട് കൂടെ പോകും. ഒരു ദിവസം ഹല്ലേലൂയ അങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ഈ ഗേഹസിയോട് ഹല്ലേലൂയ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇത്ര താല്പര്യമായിട്ട് ഈ സ്ത്രീ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവളോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, പ്രവാചകനോട് ഹല്ലേലൂയ ഗേഹസി പറയുകയാണ്, അവൾ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു, അവൾക്ക് കുഞ്ഞുങ്ങളില്ല. ഹല്ലേലൂയ അവളോട് ചോദിച്ചപ്പോൾ അവളുടെ ഭർത്താവ് പ്രായമായി, ഇനിയും ഒരു രക്ഷയുമില്ല, ഒരു നിന്നാപാത്രമായിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ അവളോട് പറയുകയാണ്, അടുത്ത കൊല്ലം ഞാൻ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ കടന്നു പോകും. ഒരു നിന്ദാപാത്രമായി മറ്റുള്ള മുന്നിൽ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസവും പ്രശ്നങ്ങളും വരുമ്പോൾ അനേകർ കണ്ടിട്ടും കാണാതെയും അനേകർ കേട്ടിട്ടും കേൾക്കാതെയും ഹല്ലേലൂയ നിന്ദിച്ചും പരിഹസിച്ചും പോകുന്നുള്ള മധ്യത്തിൽ ഹല്ലേലൂയ ദൈവവചനം നമ്മോട് പറയുന്നു. എന്താണ് ഇതിനകത്ത്? ഹല്ലേലൂയ കൂടെ ഈ പ്രവാചകനെ പറ്റി ഈ സ്ത്രീക്കൊരു സാക്ഷ്യമുണ്ടായിരുന്നു. കൂടെ എൻ്റെ വീടിൻ്റെ അതിലൂടെ പോകുന്ന പ്രവാചകൻ, എൻ്റെ ഹല്ലേലൂയ എൻ്റെ കൂട്ടുകാരൻ, അവനൊരു ഹല്ലേലൂയ വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സണ്ണി ബ്രദർ പറഞ്ഞല്ലോ, കൂടെ നടന്ന കൂട്ടുകാരൻ വിശ്വാസമായിട്ട് ഹല്ലേലൂയ 9 ലക്ഷം രൂപ കൊടുത്താണ് ഹല്ലേലൂയ പറ്റിച്ചിട്ട് പോയി. നമുക്കറിയാം പല ഉപദേശിമാരും ഹല്ലേലൂയ പല പാസ്റ്റർമാരും പല അച്ഛന്മാരും ഹല്ലേലൂയ പല മോഹന വാഗ്ദാനങ്ങൾ തന്ന് ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ കൂടും. എന്നാൽ ഹല്ലേലൂയ അവർ അവരുടെ കാര്യം സാധിച്ചിട്ട് പിന്നെ ആരും തിരിഞ്ഞില്ല. ഈ വന്ന കാലങ്ങളിൽ ഈ ഹല്ലേലൂയ ഞാൻ പറയുന്നത് ഒരു ബിസിനസ് മൈൻഡ് ഗോസ്പലായിട്ടാണ് പലരും ഇന്ന് സുവിശേഷത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നിങ്ങൾ നിമിത്തം ഹല്ലേലൂയ ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവരുടെ ദൈവമെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നു, അവരുടെ ദൈവം അവർക്ക് വയറാണ്.
എന്നാൽ ഈ മനുഷ്യനെ പറ്റി ഹല്ലേലൂയ ഇവിടെ നാം കാണുന്നു. ഹല്ലേലൂയ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ അത് തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സ്ത്രീ തനിക്കുള്ളതിൽ നിന്നും ഹല്ലേലൂയ ആ ഭക്തനായ മനുഷ്യന് കൊടുത്തത് കൊണ്ട് അവളുടെ കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഇല്ലായ്മയിലായിരിക്കാം നമുക്കുള്ളത് നാം ദൈവസന്നിധിയിൽ നാം കൊടുത്തു കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ വാലല്ല, അവൻ നമ്മെ തലയാക്കി തീർക്കുമെന്ന് ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളെ ഹല്ലേലൂയ നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ നമ്മെ വാലല്ല തലയാക്കും. ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിൽ തോന്നി വഹിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ ധനത്തിന് തോണം മഹത്വത്തോടെ അവൻ പൂർണ്ണമായി തീർത്തേർന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ അവൻ ആരാണ്? അവൻ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്ന് ദൈവവചനം പറയുന്നു. ഈ സ്ത്രീ പറയുകയാണ്, ഭർത്താവിനോട് പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ അവൾക്ക് അടുത്ത വർഷം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഈ ശബ്ദപരിധിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസവുമായിട്ട് ഹല്ലേലൂയ നാം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ചെയ്യുക. വിലങ്കേറി പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുക. നാം ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. 2001 കുവൈറ്റിൽ ചെന്ന് ഞങ്ങൾ ഹല്ലേലൂയ ഞാനും എൻ്റെ മോളും വൈഫും ഹല്ലേലൂയ ബ്രദറിൻ്റെ കൂടെ താമസിക്കുവാണ്. അവർക്ക് 2 മക്കളും ഹല്ലേലൂയ അവർ 4 പേര്. ഞങ്ങൾ ഹല്ലേലൂയ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. വീണ്ടും ഹല്ലേലൂയ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി. ഹല്ലേലൂയ അവളും പ്രഗ്നൻ്റ് ആയി. ഹല്ലേലൂയ അപ്പോൾ നമുക്കൊരു ഹല്ലേലൂയ ഒരു വീടെടുക്കണം. എന്നാൽ ഹല്ലേലൂയ എനിക്ക് ജോലിയില്ല. വൈഫിന് ഹല്ലേലൂയ അന്ന് മിനിസ്ട്രിയിൽ 220 കേടിയാണ് കിട്ടുന്നത്. ഒരു വീടെടുക്കണമെങ്കിൽ 120 വേണം. പക്ഷേ സാൽമിയ പ്രദേശത്ത് ഒരു ഷെയറിങ്ങിന് ആൾക്കാരോട് ചോദിച്ചിട്ട് ആരും തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു വീടെടുത്തിട്ട് പകുതി ആർക്കെങ്കിലും കൊടുക്കുക, 60 കേടി കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു വീടെടുത്തു. ആ വീടെടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തു. ഹല്ലേലൂയ കരാറുമൊക്കെ എഴുതി കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? കുവൈറ്റിൽ നേഴ്സുമാരുടെ ശമ്പളം ഇരട്ടിയാക്കി. 220 കിട്ടേണ്ടവർക്ക് 420 കിട്ടി. ദൈവം എത്ര വലിയവനാണ്! ഹല്ലേലൂയ. അത് തന്നെയുമല്ല, 1 കൊല്ലത്തെ പൈസ മൊത്തമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് തന്നു പുറകോട്ട്. അപ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ ഭക്തന്റെ കാര്യങ്ങളെ ദൈവം ഹല്ലേലൂയ അവൻ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിയത് ദൈവം ഹല്ലേലൂയ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തും. നാം ചോദിക്കുന്നതിനും തന്നനയ്ക്കുന്നതിനും അത്യന്തപരമായി ഈ ദൈവം നമ്മെ ഹല്ലേലൂയ നടത്തിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഹല്ലേലൂയ പ്രവാചക ഹല്ലേലൂയ ശൂനേയും കാര്യത്തിയോട് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ അവൾ അവിടെ കാര്യം പറഞ്ഞു. അവൻ ദൈവം ഹല്ലേലൂയ അവൾക്ക് ചെയ്തു കൊടുത്തു. നമുക്കറിയാം രൂത്തിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഈ രൂത്ത് നവോമിയുടെ അടുക്കൽ വന്ന് ഒരു അല്പസമയം പോലും വീട്ടിൽ നിൽക്കാതെ ബോവസിന്റെ വയലിൽ ഹല്ലേലൂയ കാലാവെറുക്കുവാൻ പോയി. ആദ്യം പുറകിൽ നിന്ന് പെറുക്കി, കറ്റയിൽ നിന്ന് പെറുക്കി, അത് കഴിഞ്ഞ് പദം അളന്നു കൊടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ നവോമി പറഞ്ഞു, നീ വേറെ ഒരു വയലിലും പോകണ്ട. ഇന്ന് 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവളോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രിയിൽ നീ കുളിച്ച് ഹല്ലേലൂയ വസ്ത്രം മാറി അവന്റെ അടുക്കൽ ചെല്ലുക. ഞാൻ പറഞ്ഞു തരാം അവൻ നിനക്ക് എന്ത് ചെയ്തു തരും. അവൾ എന്ത് ചെയ്തു തരുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ രാത്രി ചെന്നു. അവള് ഹല്ലേലൂയ രാത്രി കാണുമ്പോൾ പേടിച്ചു പോയി. പുതപ്പ് മാറ്റിയപ്പോൾ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്തപ്പോൾ? നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ പറഞ്ഞു. ശരിയാണെന്നും പറഞ്ഞ് രാവിലെ വെളുപ്പിനെ ആരും കാണാതെ പറഞ്ഞു വിട്ടു. 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മകളെ നിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, അയാൾ ആ കാര്യം സാധിക്കും വരെ സ്വസ്ഥമായിരിക്കില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ
നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. അവനോട് ചോദിച്ചാൽ ഹല്ലേലൂയ അവൻ തരും. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം അവനോട് ചോദിച്ചാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംബരമായി ദൈവം ഹല്ലേലൂയ നമുക്ക് തരുമെന്ന് ജീവിതത്തിന്റെ അനുഭവമാണ്. ജീവിതത്തിന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. കുവൈറ്റിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ഡാളസിലുള്ളതുപോലെ സഹോദരന്മാർ 5 പേരും അടുത്തടുത്താണ്. മാസത്തിൽ ഒരിക്കൽ ഹല്ലേലൂയ മൂത്ത ബ്രദർ വരെയും നമുക്ക് എവിടെയെങ്കിലും വെളിയിൽ ഔട്ടിങ് പോവാം. അപ്പോൾ പിള്ളേർക്കെല്ലാം സന്തോഷമാണ്. ഡിഫറെന്റ് ടൈപ്പ് ഫുഡ് ഹല്ലേലൂയ നമുക്ക് കിട്ടും. ഒരു മാസം പോവാൻ പറ്റിയില്ല. അപ്പോൾ അന്നേരം ഹല്ലേലൂയ എൻ്റെ മോള് പറഞ്ഞു, പപ്പ ഇന്ന് പോയില്ലല്ലോ, നമുക്കൊരു ചിക്കൻ സൂപ്പോ ഒരു ബിരിയാണിയോ വല്ലതും വെളിയിൽ നിന്ന് മേടിക്കാം. ഞാൻ പറഞ്ഞല്ല, മമ്മി ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഹല്ലേലൂയ കുബൂസും ഉണ്ട്, ഈവനിങ് ആണ്, അത് നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ അങ്ങനെ ഇരുന്നു. രാത്രിയിൽ ഒരു 9 മണി 8:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അല്ലയോ സഹോദര, ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചില്ല, എന്നാൽ ഞാൻ വന്നിട്ടേ കഴിക്കാവെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട്? ഞാൻ പറഞ്ഞു കുബൂസും ചിക്കൻ കറിയും ഉണ്ട്, പിന്നെ തൈരുണ്ട്, നമുക്ക് സലാഡും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 9:15 ആ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ കതവേലിങ്ങനെ മുട്ടിയിട്ട് ഹല്ലേലൂയ കതവ് തുറന്നു പോയും. വലിയൊരു ഓർലിസ് കുപ്പിയുടെ നിറച്ച് ഒരു ചിക്കൻ സൂപ്പ്, ഒരു ട്രേ നിറച്ച് ഹല്ലേലൂയ പ്രോൺസിന്റെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്ത് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, സഹോദര ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ്? അന്നേരം ഹല്ലേലൂയ ആ പ്രദേശത്ത് ഒരു ഹോട്ടലിൽ നടത്തുന്ന ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞ നിലമ്പൂർ ഇടക്കരയുള്ള രായിച്ചാന് ഹല്ലേലൂയ ഐസാമ ആൻ്റിയാണ്. അവർക്കാണെങ്കിൽ അമേരിക്കൻ ക്യാമ്പിലേട്ട് ഹല്ലേലൂയ ഒരു ഓർഡർ കിട്ടിയപ്പോൾ പുള്ളിയുടെ മനസ്സ് പറഞ്ഞു, ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ വീതം കൊടുക്കണം. ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആഗ്രഹിച്ചു. നമുക്കന്നേരം മേടിച്ചു കൊടുക്കുവാൻ രാത്രിയിൽ പോകുവാനായിട്ട് നിവർത്തിയില്ല. ആ സമയത്ത് തൻ്റെ ഭക്തന്റെ ആഗ്രഹം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പോറ്റി പുലർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ സാധിക്കുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിൽ. ഹല്ലേലൂയ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ മുന്നോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് ഹല്ലേലൂയ ഈ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന ഹല്ലേലൂയ ഒരു ചോദ്യം. ഹല്ലേലൂയ ആരാണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഹല്ലേലൂയ എരിഹോവിന്റെ വഴിത്താരിയിൽ കിടന്നതായുള്ള ഒരു മനുഷ്യനെ പറ്റി നമുക്കറിയാം. ആരാണ് ആ മനുഷ്യൻ? ഹല്ലേലൂയ നമുക്കറിയാം, ബർത്തിമായി. ഹല്ലേലൂയ തിമായിയുടെ മകനായ ബർത്തിമായി അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ അവനോട് ഹല്ലേലൂയ ഇങ്ങനെ എരിഹോവിന്റെ വഴിത്താരിയിൽ നിന്നപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് അവൻ ശ്രദ്ധിച്ചിട്ട് ആരാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ യേശുവാണെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് അവൻ പ്രതികരിച്ചപ്പോൾ ചുറ്റുപാട് നിന്ന് ആൾക്കാർ അവനെ തടഞ്ഞു. എന്നാൽ അവരെ കൊണ്ട് അവനെ വിളിപ്പിച്ചിട്ട് അവനോട് അവന് ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് ഹല്ലേലൂയ. അതാണ് എന്താണെന്നറിയാമോ? അത് ചോദിക്കുന്നു 41-ാം വാക്യത്തിൽ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വാട്ട് യു വാണ്ട്, ടെൽ മീ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കണ്ണ് കാഴ്ച വേണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിൽ നാം ഒരു രോഗത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നാം ഭാരമായിരിക്കാം, കുടുംബത്തിലെ പല പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ തൃത്വത്തിന്റെ 3-ാമത്തെ ആളത്വമായിരിക്കുന്ന ഈ ശക്തീകരിക്കുന്ന വ്യക്തി ഹല്ലേലൂയ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ കടന്നു വന്നുകൊണ്ട് അവൻ ഇപ്രകാരം നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് ഹല്ലേലൂയ എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് ഹല്ലേലൂയ അവനോട് അങ്ങനെ ചോദിക്കുവാൻ കാരണം? എരിഹോവിന്റെ വഴിത്താരിയിൽ ഹല്ലേലൂയ കിടക്കുന്നതായുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ എരിഹോവിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എരിഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഞാൻ എരിഹോവിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചതാണ്. ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് എരിഹോ പട്ടണം പണിയുവാനായിട്ട് എരിഹോ പട്ടണം പിടിച്ചെടുക്കപ്പെട്ട സമയം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ അതൊരു ശാപിതമായ ഒരു
പട്ടണമാണ്. ആരെങ്കിലും ആ പട്ടണം പണിയാൻ തുടങ്ങിയാൽ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ ആദ്യജാതനും അതിൻ്റെ ഹല്ലേലൂയ കട്ടള വെക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും മരിക്കുമെന്ന് പറഞ്ഞു. ആ പ്രവചനം നിവർത്തിയായത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ബെഥേലിയനായ ഹീയേൽ അവൻ അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അബീരാം എന്ന മൂത്ത മകനും അതിൻ്റെ കട്ടള വെച്ചപ്പോൾ ഹല്ലേലൂയ ശെരൂബ് എന്ന ഇളയ മകനും മരിച്ചതായിട്ട് നാം കാണുന്നു. ആ യെരിഹോ പട്ടണം ദൈവം ശപിച്ചതായുള്ള പട്ടണം. ആ പട്ടണത്തെ പറ്റി ഹല്ലേലൂയ നമുക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഹീരാം എന്ന് പറഞ്ഞ രാജാവ് ശലോമോൻ ദേവാലയം പണിതപ്പോൾ ഹല്ലേലൂയ അവന് സ്വർണവും തടിയും എല്ലാം കൊണ്ടു കൊടുത്തപ്പോൾ അവനൊരു ഹല്ലേലൂയ ഉപകാര സ്മരണയായിട്ട് ഗലീലയിലുള്ള 20 പട്ടണം ഹല്ലേലൂയ അവന് സൗജന്യമായി കൊടുത്തു. എന്നാൽ കൊടുത്ത പട്ടണം എങ്ങനെയുണ്ടെന്ന് കാണാൻ നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞു, ഒരു യാതൊരു ഉപയോഗശൂന്യമായതാ, യാർക്കും പ്രയോജനമില്ലാത്ത ഈ പട്ടണം എനിക്ക് വേണ്ട. കാരണം എന്താണ്? നമുക്കറിയാം ഗലീലയിലുള്ള 20 പട്ടണം ഹല്ലേലൂയ യേശു യാത്ര ചെയ്ത പട്ടണം. കഫർനഹൂമിൽ ചെന്നാൽ അവിടെ മുടന്തർ, ബെഥാനിയയിൽ ചെന്നാൽ കുഷ്ഠരോഗികൾ, കാനാവിൽ ചെന്നാൽ കല്യാണത്തിന് അടിപിടി ബഹളം, ഹല്ലേലൂയ ശമരിയയിൽ ചെന്നാലോ അവിടെ ആണെങ്കിൽ ആരെങ്കിലും ആണുങ്ങൾ പോയാൽ പെണ്ണുങ്ങൾ പിടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ പലയിടത്ത് കുഷ്ഠരോഗി പല. എന്നാൽ ആ പട്ടണത്തിലോട്ട് നമ്മുടെ കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ്. യെരിഹോവിൽ കള്ളന്മാരുണ്ട്, ഹല്ലേലൂയ നമ്മെ പിടിച്ചു പറിക്കാറുണ്ട്. അതിൻ്റെ നടുവിൽ കർത്താവ് ഹല്ലേലൂയ എന്ത് ചെയ്തെന്നറിയാമോ? നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇവൻ ഒന്നാമതായിട്ട് ആ ചുറ്റുപാടുമുള്ള സൗണ്ട് അവൻ കേട്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ സമൂഹത്തിൽ കേൾക്കുന്ന അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടുകൾ എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അടുത്ത ഒരു വലിയ ഫയർ എഞ്ചിനും ഭയങ്കര ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു സഹോദരനെ വിളിച്ചു. സഹോദര, നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഭയങ്കര ഫയറിൻ്റെ വണ്ടിയൊക്കെ വന്നു, ഭയങ്കര പ്രശ്നമാവുന്നു, അറിഞ്ഞില്ലയോ? അത് നമ്മളെ ദൈവം പ്രൊട്ടക്ട് ചെയ്തോളും. ചുറ്റുപാടുള്ള അടുത്ത വീട് തീ കത്തുക, ദൈവം കാത്തുകൊള്ളൂ എന്നും പറഞ്ഞ് വിരയ്ക്കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ നമ്മൾ പ്രാപിനെ പോലെ കളകും, പാമ്പിനെ പോലെ ബുദ്ധിയുമുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രക്തവും മാംസവുമായി അനേക വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ നശിക്കുമ്പോൾ അവരെ പറ്റിയുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യെരിഹോവിനെ പറ്റി കേൾക്കുക മാത്രമല്ല, അവൻ അവിടെ നിന്ന് ആ സൗണ്ട് ശ്രദ്ധിച്ചു. എന്നിട്ട് മൂന്നാമതായിട്ട് അവിടെ അന്വേഷിച്ചു, എന്തുവാണ് കാരണം, എന്തുവാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, യേശു എന്ന് മനുഷ്യൻ പോകുന്നു. അവൻ ഉടനെ മനസ്സിലായി യേശു അവന്റെ മനസ്സിൽ കൂടെ വന്നു. അത് ദാവീദിന്റെ പുത്രനാണ്, അവൻ വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒറ്റ വിളിയാണ്, കുരിയേലായിസോൻ, കുരിയേലായിസോൻ, എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ നിലവിളിച്ചപ്പോൾ അവൻ ഒരു പ്രസന്റ് വിളിച്ചപ്പോൾ ലൗഡ്ലി ആയിട്ട് ശബ്ദമുയർത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? മറ്റുള്ളവർ പറഞ്ഞു, ഹല്ലേലൂയ മിണ്ടാതിരിടാ, മിണ്ടാതിരിടാ എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ നമ്മളും ഇതുപോലാണ്, മറ്റുള്ളവർക്കൊരു തടസ്സമായി. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, കാണാതെ പോയിനെ രക്ഷിപ്പാൻ തെരഞ്ഞു വന്ന യേശു ക്രിസ്തു സക്കായിയോട് പറയുമ്പോൾ സക്കായിയെ കാണുവാൻ വന്ന ഹല്ലേലൂയ അവന് സക്കായിക്ക് യേശുവിനെ കാണണ്ട, യേശുവിനെ അവന് കാണണമെന്ന് പറഞ്ഞ് കാട്ടത്തിയുടെ മുകളിൽ കയറിയപ്പോൾ ഹല്ലേലൂയ പുരുഷാര നിമിത്തം കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ കണ്ടതായുള്ള കർത്താവ് നമ്മയെയും കാണുന്നുണ്ട്. അവൻ നിലവിളിച്ചപ്പോൾ ഉടനെ യേശു അവിടെ നിന്ന് അവനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ കുറിവാക്യമായി രണ്ടാമത്, ഞാൻ നിനക്ക് എന്തു ചെയ്തിരണം? അവൻ പറഞ്ഞു, എനിക്ക് ഹല്ലേലൂയ കാഴ്ച വേണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ചോദ്യം എന്താണ്? ഹല്ലേലൂയ നമ്മുടെ കാര്യം എന്താണ്? നമുക്ക് നമ്മെ തന്നെയൊന്ന് സ്വയശോധന ചെയ്യാം. എനിക്ക് എന്തു വേണം? ഹല്ലേലൂയ ഒരു കഥ ഇപ്രകാരം രസകരമായി കേട്ടിട്ടുണ്ട്. ഒരു കണ്ണു കാണാത്ത ഒരു അമ്മച്ചിക്ക് ഹല്ലേലൂയ ഒരേ ഒരു മകൻ.
അവൻ ഹല്ലേലൂയ ജനിച്ചപ്പോൾ പറഞ്ഞു കണ്ണ് കാണാമെങ്കിൽ അവനെ സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അവൻ വലുതായി അവനെ സുവിശേഷ വേലയ്ക്ക് വിട്ട് കല്യാണമൊക്കെയും കഴിഞ്ഞു. 5-8 കൊല്ലമായിട്ടും കൊച്ചുങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ രണ്ടുപേരും വാടക വീട്ടിൽ ഇവർ മാറി മാറി താമസിക്കുവാണ്. ഈ അമ്മച്ചി ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കും, താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, താവേ എൻ്റെ മകനൊരു തലമുറയെ കൊടുക്കണമേ, എനിക്ക് കാഴ്ച കിട്ടണമേ, ഞങ്ങൾക്ക് വീട് കിട്ടണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു രാത്രിയിൽ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ രാത്രിയിലെ കണ്ണുനീര് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അവൾക്ക് പ്രത്യക്ഷനായി അമ്മച്ചിയുടെ പേര് മറിയെന്നായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, മറിയേ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവൾ 2 ഹല്ലേലൂയ രണ്ടാമതും പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഒരു കാര്യം ഒരൊറ്റ പ്രാവശ്യം ഒരു കാര്യമേ ചോദിക്കാനൊക്കത്തുള്ളെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഇവള് കണ്ണ് കാണണോ, വീട് വേണോ, കുഞ്ഞിനെ കൊടുക്കണമോ? ഇവളാകപ്പാടിങ്ങനെ അവതാളത്തിലായി. കർത്താവേ, എനിക്ക് 3 അത്യാവശ്യമാണ്. നീ എന്നെ അറിയാമല്ലോ, ഞാൻ മറ്റുള്ള മുന്നിൽ നിന്നാപാത്രമായി തീരല്ലേ. ദൈവമേ, നീ എനിക്ക് തരണമേ, എൻ്റെ പ്രാർത്ഥന ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. ഞാൻ വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കാര്യങ്ങളെ സാധിക്കും. ഒരു കാര്യം ചോദിക്കുവാനായിട്ട് പറഞ്ഞു. ഇവൾ അന്നേരം പറഞ്ഞു, ദൈവമേ, എന്നാൽ ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ, ഞാൻ എൻ്റെ 2 നിലയുടെ വീടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ മകൻ ഹല്ലേലൂയ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ ഹല്ലേലൂയ ഈ കുഞ്ഞിനെ ഹല്ലേലൂയ കളിപ്പിക്കുന്നത് എനിക്ക് കാണണം. ഹല്ലേലൂയ 2 നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് എൻ്റെ മകൻ താഴെ നിന്ന് ഹല്ലേലൂയ കളിക്കുന്നത് എനിക്ക് കാണണം. ഒറ്റയടിക്ക് ദൈവം പോലും അങ്ങ് പേടിച്ചു പോയി. എടാ, ഇത്ര ബുദ്ധിയോ? ഹല്ലേലൂയ 2 നില വീടും കൊടുത്തു, കാഴ്ചയും കൊടുത്തു, തൻ്റെ ഒരാൺകുഞ്ഞിനെ കൊടുത്ത് കളിക്കുന്നതും കണ്ടു. നമ്മൾ ഇതുപോലാണ്. ദൈവത്തോട് ചോദിക്കും. താവിലെ ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ ദൈവമായിട്ട് മൽപ്പിടുത്തം പറഞ്ഞു, എനിക്ക് ഇത്ര കാര്യം തരാമെങ്കിൽ ഞാൻ ഇത്ര കാര്യം അങ്ങോട്ട് തരാം. അങ്ങനെ ഹല്ലേലൂയ നമ്മളൊക്കെയും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ഭർത്തിമായി ഹല്ലേലൂയ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ മുന്നിൽ അവൻ നിന്ന് അവന് സൗഖ്യം കൊടുത്തു. അതിനുശേഷം ആ മകൻ ചെയ്തത് അവനെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇന്ന് പകലിൽ ഈ ശബ്ദപരിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രയാസത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ അവൻ നമ്മെ കരുതിയത്, അവൻ നമ്മെ നടത്തിയത് ഉള്ള വിധങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയേ. ഹല്ലേലൂയ, ഞാൻ എൻ്റെ അനുദിന വേദചിന്ത ഹല്ലേലൂയ 750 കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിട്ടു. ഇനി മതി കർത്താവ്, ഏലിയാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ മതി, ഇനി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ 1-2 ദിവസം കാണാതെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അന്നത്തെ വികാരിയായിരുന്ന തോമസ് മാത്യു അച്ഛനും വൈഫും ഹല്ലേലൂയ അനിയൻ ഷാജിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഹല്ലേലൂയ ഇങ്ങനെ പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഹല്ലേലൂയ ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ മറ്റുള്ള മുന്നിൽ ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ടല്ലോ എന്നൊക്കെ നിന്നുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും ഹല്ലേലൂയ ഞങ്ങൾ 4 പേരും കൂടെ കരങ്ങൾ കോർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അന്ന് ഒരു 4 വരിയാണ്. ഹല്ലേലൂയ, കരം കുഴയുമ്പോൾ പാദം തളരുമ്പോൾ തൻ്റെ കരം തന്നു കോരിയെടുത്തു, ക്രിസ്തുവാകും പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു, അതു ദൈവത്തിൻ സ്തുതിയും തന്നെ. എൻ്റെ ജീവിതത്തിൽ അന്ന് കരം കുഴിഞ്ഞപ്പോൾ, എൻ്റെ പാദം തളർന്നപ്പോൾ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം തന്നെ കോരിയെടുത്ത് ഈ പാറമേൽ നിർത്തി. അതെനിക്കൊരു പുതിയ പാട്ടാണ്, അത് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി തന്നെയാണ് എന്ന് ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ ഞങ്ങളെ ഓർപ്പിക്കുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഹല്ലേലൂയ പറഞ്ഞ് നിർത്തിക്കൊള്ളട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഇപ്രകാരമാണ്. ശലോമോൻ ഹല്ലേലൂയ
ഹല്ലേലൂയ. ഇസ്രായേലിലെ 3ാമത്തെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്ത് അവൻ്റെ രാജ്യത്വം ഉറപ്പിച്ച് ഒന്നുമുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവരുടെ അപ്പന് ഹല്ലേലൂയ ചെയ്തതായുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സമാഗമന കൂടാരം ഹല്ലേലൂയ അവിടുന്ന് കിരിയാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ മുന്നോട്ട് പോവുകയാണ്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പെട്ടകം ഹല്ലേലൂയ ബസേൽ എന്ന ഊരിയാവിൻ്റെ മകനായ ബസേൽ പണിയിച്ച ഹല്ലേലൂയ അവിടെ യാഗപീഠത്തിൽ കൊണ്ടുവച്ചിട്ട് അവൻ ദൈവത്തിന് വലിയ 1000 കാളകളെ ആടുകളെ വെച്ച് യാഗമർപ്പിച്ചിട്ട് അവൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വവും മാനവും കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് ആരാധന കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ, നമ്മുടെ ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ അവൻ പ്രത്യക്ഷനായിട്ട് 1:7 പറയുന്നുണ്ട്, അല്ലയോ ശലോമോനേ ഹല്ലേലൂയ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനായ ദാവീദിനെ ഹല്ലേലൂയ ജനങ്ങളെ മേയ്പ്പാൻ അവന് കൊടുത്ത കൃപയും ശക്തിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ജനത്തെ മേയ്പ്പാൻ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് അവൻ യാചിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ സ്വത്തോ സമ്പത്തോ അതൊന്നും ചോദിക്കാത്തത് കൊണ്ട് അവന് ജ്ഞാനവും വിവേകവും മാത്രമല്ല ഭൂലോകത്തിലെ സകലതും ഹല്ലേലൂയ അവന് കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു, അവൻ 3000 സദർശവാക്യവും 1005 ഗീതവും ഹല്ലേലൂയ അവൻ ഇങ്ങനെ എഴുതി. നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരത്തില്ലയോ? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ കടന്നു വന്ന് കർത്താവ് നമുക്കറിയാം ഹല്ലേലൂയ ഈ യെരൂശലേം ദേവാലയം പണിത് കഴിഞ്ഞ് ദൈവം ഇറക്കി കൂദാശ ചെയ്ത സംഭവം അറിയാം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തോട് പറയുന്നുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ട ജനദിനം തങ്ങളെ തന്നെ താഴ്ത്തി തൻ്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ സൗഖ്യവും വരുത്തും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ, നമ്മുടെ ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ഹല്ലേലൂയ ഉണ്ണിച്ചാനും അമ്മാമ്മയും ഒക്കെ ഒത്തിരി വട്ടം പറയുന്നു. ഞാൻ ഈ 2 മീറ്റിങ്ങുകൾ കണ്ടു. ഓണാക്കിയിട്ട് ഹല്ലേലൂയ ഒരു പാർട്ടി സാരി കച്ചവടത്തിൽ ചെയ്യുന്നത് കണ്ടു. ഒരു പാർട്ടിയാണെങ്കിൽ കരുവാറ്റയിലെ ഹല്ലേലൂയ കുഞ്ഞിനെ ഹല്ലേലൂയ കൊന്ന വാർത്ത കേൾക്കുന്നത് കണ്ടു. വേറെ ഒരു പാർട്ടിയാണെങ്കിൽ കൊച്ചിന് പാലും കൊടുക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഹല്ലേലൂയ? അതുകൊണ്ടാണ് എനിക്ക് ഈ സൂമിലും ഹല്ലേലൂയ ഈ ഫോൺ മീഡിയയിലൊക്കെ ഈ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഇത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ അടുത്ത സമയത്ത് ഹല്ലേലൂയ രസകരമായ സംഗതി കണ്ടു. പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഒരമ്മ ഹല്ലേലൂയ ആ സൂമിലങ്ങ് കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക ഭയങ്കരമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴാണ് ഫോണൊന്ന് താന്നു വന്നപ്പോഴാണ് അമ്മമ്മ ഹല്ലേലൂയ സാമ്പാറിനുള്ള ഉള്ളി അരിയുമായിരുന്നു. ഉള്ളി അരിഞ്ഞുകൊണ്ടാണ് അമ്മമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ പലരും ഓണാക്കിയിട്ടിട്ട് മാറി അപ്പുറവും ഇപ്പുറവും പോയി വാർത്ത കാണുകയും അങ്ങനെ ഇങ്ങനെ പോകും. നമ്മൾ ഹല്ലേലൂയ മുറിയടച്ച് ഏകാഗ്രത ഹൃദയത്തോട്ട് 2 or 3 പേർ എന്നെ അവൻ നമ്മുടെ മധ്യമുണ്ട്. അവൻ ആരാണ്? അഗ്നിജാലയ്ക്ക് കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശനായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയ ഈ ദൈവം ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമല്ലേ? ആരാധന ഇറങ്ങി വരത്തില്ലേ? അതുകൊണ്ട് റോമാലേഖനം 12:1 പറയുന്നു, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ ആരാധനയും. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ ഹല്ലേലൂയ ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭാര്യ ഹല്ലേലൂയ വന്ന് താമസം തുടങ്ങി. ഞങ്ങൾ ഹല്ലേലൂയ താമസം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്തെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ മിനി എണ്ണിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ കള്ളം കയറത്തില്ല. ഹല്ലേലൂയ. അന്നേരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാത്രിയുടെ യാമത്തിൽ മണിക്കൂർ വ്യത്യാസം കൂടാതെ അച്ചാച്ചൻ എഴുന്നേറ്റ് പാടുകയും പ്രാർത്ഥിക്കുകയും. ഹല്ലേലൂയ. ദൈവം എത്ര വഴി. ആ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്
ഹല്ലേലൂയ നമ്മളൊക്കെയും നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആ പള്ളിക്കലെ പ്രദേശത്ത് പ്രാരംഭകാലങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥന നടത്തിയ സന്തതിയുടെ മക്കളാണ് ഇന്ന് കൂടുതലും ഹല്ലേലൂയ അമേരിക്കയുടെ പ്രദേശത്തില്. കൊയ്ക്ക് വെടിക്കല് ബേബിച്ചാൻ്റെ മകൾ കുഞ്ഞോളമാമ ഹല്ലേലൂയ ന്യൂയോർക്കിലുണ്ട്. ഹല്ലേലൂയ ഉണ്ണിച്ചാന്, കുട്ടപ്പച്ചാന് ഹല്ലേലൂയ അവരുണ്ട്. ഞങ്ങളുടെ പടിയിലുള്ള ബാവുച്ചാൻ ഇപ്പോൾ അറ്റ്ലാന്റയിലുണ്ട്. അതുപോലെ കൊപ്പാറ ജോർച്ചായൻ്റെ മക്കൾ ഫിലദൽഫിയയിലുണ്ടല്ലോ. ഹല്ലേലൂയ പൊന്നമ്മാമയും ഹല്ലേലൂയ ബാവുച്ചാനും അവരൊക്കെ തെക്കടത്തെ അച്ഛൻ്റെ മക്കൾ. ഇവരെല്ലാം ഒരുമിച്ച് ഒരു 10 വരെ ഒരു ജോർജ് കുട്ടി ഇവരെല്ലാം അവർ സഭാവ്യത്യാസം കൂടാതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അച്ചാച്ചൻ പറയും, അവിടെ ആര് കുത്തിയാലും നെല്ല് വെളുക്കിയാൽ മതി. ഒരാളുടെ മർത്തോമായാലോ ഒരാളുടെ ബന്ധക്കൂസാരനോ അവിടെ ഇവിടെ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒരു പ്രത്യേകതയുണ്ട്. എവിടെ അടിച്ചാലും അതിൻ്റെ സെൻറ്റർ കർത്താവായിരിക്കണം. നിങ്ങൾ എവിടെ അടിച്ചോ, എവിടെ പോയോ, എവിടെ കൊട്ടിക്കോ, നമ്മുടെ സെൻറ്റർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. അന്നത്തെ കാലങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. 365 ദിവസവും അവരവരുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ജോലികൾ ചെയ്ത്, ചിലർക്ക് കാളവണ്ടിയായിരിക്കാം, ചിലർക്ക് മലഞ്ചരക്കായിരിക്കാം, ചിലർക്ക് ഹല്ലേലൂയ കൂലിവേലയായിരിക്കാം. സാധാരണക്കാരായവർ കർത്താവിന് വേണ്ടി 365 ദിവസവും കൂട്ടായ്മ നടത്തി ഹല്ലേലൂയ ഒരത്ഭുതം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുണ്ട്. ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ ചിലർക്കെങ്കിലും അത് അറിയാമായിരിക്കാം. ഹല്ലേലൂയ ഇതിനകത്ത് കൊപ്പാറ ജോർച്ചായൻ എന്ന് പറയുന്ന ഹല്ലേലൂയ ആ ബാവുച്ചായൻ്റെയും പൊന്നമ്മാമ്മയുടെയും ഒക്കെ അമ്മ മരിച്ചുപോയി. ഹല്ലേലൂയ കൂട്ടായ്മ ഭയങ്കര ശക്തിയായിട്ട് പള്ളിക്കലിന്റെ പ്രദേശത്ത് നടക്കുകയാണ്. മരിച്ചുപോയി. ഹല്ലേലൂയ കുളിപ്പിച്ച് കട്ടിലേക്ക് കടത്തി ആശാരിയെ വിളിച്ച് മാമ്പലക കൊണ്ട് ഹല്ലേലൂയ പെട്ടി വരെ കൂട്ടി കറുത്ത തുണി അടിച്ച് പെട്ടിയിൽ വെക്കുവാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ഈ ദൈവമക്കളെല്ലാവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ അമ്മച്ചി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് വല്ലോ ആയിരുന്നെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എല്ലാം വിട്ടേനും. അവരാരോടും പറഞ്ഞില്ല, അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ അനേക ആൾക്കാർ ആ പ്രദേശത്ത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ദൈവം എത്ര വലിയവൻ! നമ്മുടെ പ്രാർത്ഥന സത്യസന്ധമായി ആത്മാർത്ഥമായി ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം ആരാധിക്കുകയാണെങ്കിൽ ഈ ദൈവം ഹല്ലേലൂയ അവൻ നമ്മെ വഴി നടത്തും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ അവൻ നമ്മളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ശൂലയും കാരത്തിയോട് ചോദിക്കുന്നു. ആ ശൂനയും കാരത്തിയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ സ്വജനത്തിന് മധ്യേ വസിക്കുന്നു. അവിടെ നിന്ന് മാറ്റി, ഹന്നയുടെ നിന്ന് മാറ്റിയ ദൈവം, എലിസബത്തിന്റെ നിന്ന് മാറ്റിയ ദൈവം, സാറയുടെ നിന്ന് മാറ്റിയ ദൈവം, നമ്മുടെ അനേക കുഞ്ഞുങ്ങളെ നിന്ന് മാറ്റുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. നമ്മളെ പ്രാർത്ഥിര് ഹല്ലേലൂയ മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അത് നിവൃത്തിയാകും. ഹല്ലേലൂയ വചനപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ഭാവി ശോഭനമാകട്ടെ. ഹല്ലേലൂയ കാര്യങ്ങളെ സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ബർത്തിമായിയോട് ഹല്ലേലൂയ ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. അവന്റെ ജീവിതത്തിൽ അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഹല്ലേലൂയ അവനെ ദൈവം അനുഗ്രഹിച്ചു. ശലോമോനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ എനിക്ക് അതൊന്നും മാനവും മഹത്വവും ഒന്നും വേണ്ട, എനിക്ക് ജ്ഞാനം മാത്രം മതി. ഹല്ലേലൂയ ജ്ഞാനം ചോദിച്ചവന് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം അവങ്ങളോട് ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, ചോദിക്കുന്നവർക്ക് എത്രയധികമായി തരുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം, ആ ദൈവസന്നിധിയിൽ ഞാൻ എഴുതിയ ആ പാട്ടിൻ്റെ ഈരടി നമ്മുടെ സമർപ്പണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ, യാചനയ്ക്കുത്തരം നൽകുന്ന ദൈവമേ, യാചനയ്ക്കുത്തരം നൽകിടേണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ, യാചനയ്ക്കുത്തരം നൽകുന്ന ദൈവമേ, യാചനയ്ക്കുത്തരം നൽകിടേണേ. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അവൻ നമ്മോട് ചോദിക്കുന്നു, എന്ത് ചെയ്തു തരണം? നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവൻ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കും. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ